ഹായോ. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിലീസായി പോയ ഒരു സിനിമയുണ്ട്, റയാൻ റായൻ. ധനുഷ് സംവിധാനം ചെയ്ത സിനിമ. അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്നാ പറയുന്നത്, വയലൻസ് ഉള്ളൊരു മൂവിയാണ്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന ക്ലീശ സ്റ്റോറിയൊക്കെ തന്നെയാണ്, പക്ഷേ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധനുഷിൻ്റെ ഒപ്പം അഭിനയിച്ചാണ് നമ്മുടെ കാളിദാസ്, ശരവണൻ, പ്രകാശ് രാജ്, എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആരും ഇതിൻ്റെ മോശമായിട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു ഏച്ച് കെട്ടിയ മുഴച്ച് നിൽക്കുന്ന രീതി അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. എന്തായാലും വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ വിജയ് സേതുപതി അടിപൊളിയാക്കിയതുപോലെ തന്നെ ഇത് ധനുഷിൻ്റെ 50ാമത്തെ ചിത്രം സംവിധാനം ചെയ്തതുകൊണ്ട് ഒരു രക്ഷയില്ല, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, അത്യാവശ്യം നല്ലപോലെ വയലൻസ് ഉണ്ട്. പിന്നെ അവരുടെ ചെറുപ്പം കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക്, പിന്നെ അതിനുശേഷം സിനിമ ബിൽഡ് ചെയ്ത് വരുന്ന രീതി എല്ലാം കൊണ്ടും അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. പിന്നെ അതിലത്തെ സിനിമാറ്റോഗ്രഫി, ബാക്കി ടെക്നിക്കൽ സൈഡ് എല്ലാം നല്ല രീതിയിൽ തന്നെ. അതായത് തൻ്റെ സംവിധാന സംരംഭത്തിൽ ഒരു മോശമെന്ന് പറയിക്കാൻ ധനുഷ് സമ്മതിച്ചിട്ടില്ല. അടിപൊളി ഒരു സിനിമയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും സിനിമകളിൽ അഭിനയിച്ച് കഴിഞ്ഞ് ചില എന്താ പറയുക, ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും കൂടെ ഉൾക്കൊണ്ട് പുള്ളിക്കാരൻ ചെയ്ത ഒരു പടമാണ്. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. എന്തായാലും ധനുഷിൻ്റെയും മറ്റ് താരങ്ങൾ എപ്പോഴും പറയാൻ മറന്നു, എസ് സൂര്യയുടെ പ്രകടനം കിടലിന് ഒരു രക്ഷയില്ല. പിന്നെ പ്രകാശ് രാജ് ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും തിയേറ്ററിൽ കാണാൻ കിടുക്കൻ ഒരു പടമാണ് റയാൻ.